പച്ചമുളകിൻ്റെ ഹൽവയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഹൽവ ഉണ്ടെന്ന് അറിയുന്നത് തന്നെ. ഒരു അടിപൊളി വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് ഈ ഹൽവയ്ക്കും. എനിക്ക് തോന്നുന്നത് ഇവിടെയുള്ള എല്ലാ ഹൽവാസും ഇങ്ങനെ തന്നെയാണ്. ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ളൊരു ബ്ലാക്ക് കളറിലുള്ളൊരു ഹൽവയാണ്. പണ്ട് മുതലേ ഫേമസ് ആയിട്ടുള്ളൊരു ഹൽവയാണ്. അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഹലോ, സ്ട്രീറ്റ് ഫുഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നിൽക്കുന്നത് കോഴിക്കോടാണ്. കോഴിക്കോട് മിഠായി തെരുവിലെ കൈരളി സ്വീറ്റ്സിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കൈരളി സ്വീറ്റ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വെറൈറ്റീസ് ഓഫ് ഹൽവയ്ക്ക് വളരെയധികം ഫേമസ് ആയിട്ടുള്ളൊരു കടയാണ്. സോ നമുക്ക് ബാക്കി വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ഉള്ളിലോട്ട് പോയിട്ട് ചോദിച്ചറിയാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൈരളി സ്വീറ്റ്സിൻ്റെ ഉള്ളിലാണ്. അപ്പം കൈരളി സ്വീറ്റ്സിൻ്റെ ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള ഒരാളാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പം നമുക്ക് അദ്ദേഹത്തെ ആദ്യം പരിചയപ്പെടാം. ചേട്ടൻ്റെ പേരെന്താണ്? സന്തോഷ് കുമാർ. ഓക്കെ, അപ്പം ഞങ്ങൾ കുറേ കേട്ട് അറിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഹൽവ കിട്ടുന്ന സ്ഥലമാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ഒരുപാട് കാലമായോ ചേട്ടാ കട സ്റ്റാർട്ട് ചെയ്തിട്ട്? ഞങ്ങളുടെ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് 10-55 വർഷമായി. ഈ ഷോപ്പ് ഒരു 10-15 വർഷമായിട്ടുള്ളൂ, മിഠായി തെരുവുള്ള ഷോപ്പ്. ഓക്കെ, അപ്പോൾ വേറെ ബ്രാഞ്ച് എന്തെങ്കിലും? ബ്രാഞ്ച് ഉണ്ട്, വേറെ ഒരു 8 ഷോപ്പുകളും ഉണ്ട് വേറെ. അപ്പം കാര്യമായിട്ട് ഇവിടുത്തെ സിഗ്നേച്ചർ എന്ന് പറയുന്ന ഐറ്റം എന്ന് പറയുന്ന ഹൽവ തന്നെയാണോ? മെയിനായിട്ട് ഹൽവ ആണ്. ഹൽവയിൽ തന്നെ എന്തൊക്കെയാണ് മെയിൻ? ഇപ്പോൾ ഇറങ്ങിയ ബീറ്റ് ഹൽവ, പിന്നെ ടെൻഡർ കോക്കനട്ട് ഹൽവ, പൈനാപ്പിൾ ഹൽവ, വാട്ടർ മിലാൻ ഹൽവ, ഗ്രേപ്പ് ഹൽവ, പിന്നെ റൈസ് പൗഡറിൻ്റെ ഹൽവ ഉണ്ട്, കോൺഫ്ലവറിൻ്റെ ഹൽവ ഉണ്ട്, പിന്നെ വാൾനട്ട് ഹൽവ. ഇങ്ങനെ ഒരു 10-24 വെറൈറ്റികളുണ്ട് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ എനിക്ക് ഇതൊക്കെ കേട്ടിട്ട് കൊതിയായിട്ട് നിൽക്കുകയാണ് ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഏതൊക്കെയാണെന്ന് ചേട്ടൻ ടേസ്റ്റ് ചെയ്യാൻ തരുന്നത് നോക്കാം. ഇത് ആണ് ഇവിടുത്തെ പച്ചമുളകിൻ്റെ ഹൽവ, സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത്. ഇത് നല്ല മൂവിങ് ഉള്ള ഹൽവയാണ് പച്ചമുളക്, സ്വീറ്റ് ആൻഡ് സ്പൈസി ആയിട്ട് ഹൽവ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത് പച്ചമുളകിൻ്റെ ഹൽവയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഹൽവ ഉണ്ടെന്ന് അറിയുന്നത് തന്നെ. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പച്ചമുളകിൻ്റെ പേരുകൾ പക്ഷേ കറക്റ്റായിട്ട് സ്പൈസിയും അതേപോലെ തന്നെ സ്വീറ്റും ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവയാണ്. വെറൈറ്റി ഹൽവാസ് ടേസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഹൽവയാണ്. ഇതാണ് ബീറ്റ് ഹൽവ. ഈ കോക്കനട്ട് മിൽക്കിൽ വറ്റിച്ചുണ്ടാക്കുന്ന ഹൽവയാണ്. നല്ല സ്പെഷ്യലാണ്, ഇവിടെ ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ള ഹൽവയാണ്. കറക്റ്റ് തേങ്ങാപ്പാലിൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ് മനസ്സിലാവുന്നുണ്ട്. ഒരു അടിപൊളി വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് ഈ ഹൽവയ്ക്കും. എനിക്ക് തോന്നുന്നത് ഇവിടെയുള്ള എല്ലാ ഹൽവാസും ഇങ്ങനെ തന്നെയാണ്. ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ളൊരു സിഗ്നേച്ചർ ടേസ്റ്റ് ഉണ്ടെന്നുള്ള തോന്നുന്നുണ്ട്. ഇനി നമ്മൾ കഴിക്കാൻ പോകുന്നത് ടെൻഡർ കോക്കനട്ട് ഹൽവ, ഇളനീരിൻ്റെ. ഇതൊരു സ്പെഷ്യൽ ഐറ്റമാണ്. ഇളനീരിൽ ഉണ്ടാക്കുന്ന ഒരു ഹൽവയാണ്, കോഴിക്കോടൻ ഇളനീർ ഹൽവ. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ബെസ്റ്റ് സെല്ലറാണെന്നാണ് പറയുന്നത്, ഇളനീർ ഹൽവ. കോഴിക്കോടൻ ഒരു സ്പെഷ്യൽ ഹൽവയാണ്. കോഴിക്കോടൻ ഹൽവ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന, അരിപ്പൊടി ഗീ എല്ലാം വെച്ച് ഉണ്ടാക്കുന്ന ഒരു ഹൽവയാണ്. ഇത് പണ്ടേ നല്ല ഫേമസ് ഹൽവയാണ്. ബ്ലാക്ക് അരിപ്പൊടി ഹൽവ, ഗീ ഹൽവ എന്ന് പറയും. കോഴിക്കോടൻ ഗീ ഹൽവ ബ്ലാക്ക്. അപ്പം കോഴിക്കോടൻ ഗീ ഹൽവ എന്നറിയപ്പെടുന്ന ഒരു ബ്ലാക്ക് കളറിലുള്ളൊരു ഹൽവയാണ്. പണ്ട് മുതലേ ഫേമസ് ആയിട്ടുള്ളൊരു ഹൽവയാണ്. അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാം.
അപ്പം ഞാൻ ഹൽവയൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് നിൽക്കുകയാണ് അങ്ങനെ. അപ്പം ഞാൻ ഹൽവ കഴിക്കുന്നതായിട്ട് മേ ബി നിങ്ങൾക്കൊക്കെ കഴിക്കാനായിട്ട് ആഗ്രഹം ഉണ്ടാവും. സോ കഴിക്കണമെങ്കിൽ എന്ത് ചെയ്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാം കോവിഡ് റെസ്ട്രിക്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. പക്ഷേ കൈരളി സ്വീറ്റ്സിലത്തെ ഹൽവ കഴിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തത് മതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കൈരളി സ്വീറ്റ്സിൻ്റെ നമ്പർ കിട്ടും. ഇവർക്ക് ഓൾ ഇന്ത്യ ഓൺലൈൻ ഡെലിവറി ഉണ്ട്. സോ ആ ഓൺലൈൻ ഡെലിവറിയിലൂടെ നിങ്ങൾക്ക് വീട്ടിലെത്തിച്ചിട്ട് ഹൽവ കഴിക്കാവുന്നതാണ്. സോ നെക്സ്റ്റ് എപ്പിസോഡിൽ ഞാൻ മറ്റ് അടിപൊളി ഡിഷസും അതുപോലെ വേറൊരു റെസ്റ്റോറൻറ്റും പരിചയപ്പെടുത്താനായിട്ട് വരുന്നതായിരിക്കും. സോ ദിസ് ഇസ് മീ ടാഷിയ സൈനിങ് ഓഫ്. ബൈ.